ശ്രീകണ്ഠപുരം ബദ്രിയ നഗറിൽ താമസിക്കുന്ന ജെയിൻ ജോസഫ് എന്ന വിദ്യാർത്ഥിയെ തെരുവ് നായകൾ ആക്രമിച്ചു. മാരകമായി പരിക്കുപറ്റിയ കുട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ചർച്ചിൽ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഈ കുട്ടിയെ കൂട്ടത്തോടെ എത്തിയ തെരുവ് നായ്ക്കളാണ് ആക്രമിച്ചത്. ശ്രീകണ്ഠപുരം നഗരസഭാ പരിധിയിൽ തെരുവ് നായ്ക്കൾ പൂരപ്പറമ്പ് പോലെ അലയുന്നത് നിത്യസംഭവമാണ്. ഈ വാർത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടും യാതൊരു നടപടിയും നഗരസഭ ചെയ്യുന്നില്ല എന്നത് വൻ പ്രതിഷേധത്തിനിടയാക്കുന്നു. ശ്രീകണ്ഠപുരം ടൗണിലെ സ്ഥിതിയും ഇതുതന്നെ. ശ്രീകണ്ഠപുരം പട്ടണത്തിലെത്തുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ശല്യമാവുന്ന വിധത്തിലാണ് പട്ടിശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഭരണകർത്താക്കളും മൃഗസംരക്ഷണ വകുപ്പും ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് നമ്മുടെ ടൗണിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇന്നലെ പഴയങ്ങാടിയിൽ ഒരു 11 വയസ്സുള്ള കുട്ടിയെ പട്ടി കടിച്ചു കീറിയ വളരെ ഗുരുതരമായ പരിക്കുകളോടെ ഇന്ന് ഹോസ്പിറ്റലാണുള്ളത്. അതുകൊണ്ട് മൃഗസംരക്ഷണ വകുപ്പും മുനിസിപ്പാലിറ്റിയും മുൻകൈയെടുത്ത് ഈ പട്ടിശല്യത്തിനെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ടൗണിലെ കച്ചവടക്കാരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഈ ടൗണിലിറങ്ങുന്ന മുഴുവൻ ജനങ്ങൾക്കും ഭീഷണിയാകുന്ന വിധത്തിലുള്ള ഈ പട്ടിശല്യത്തെ നേരിടുവാൻ ജനകീയ സമരങ്ങൾ അടക്കം നടത്താൻ വ്യാപാരികൾ തയ്യാറാകേണ്ടി വരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ 33-ാം വർഷത്തിലേക്ക് UGC അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. നഴ്സിംഗ് കെയർ, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ, കൂടാതെ MCom, BCom, +2 ക്ലാസുകൾ, കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ്, എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, പ്രീ പ്രൈമറി TTC, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം, സുസജ്ജമായ ലാബ് സൗകര്യം, പ്രശാന്ത സുന്ദരമായ ക്യാമ്പസ്, സ്വദേശത്തും വിദേശത്തും 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ്, പുതിയ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി.